ഹലോ. കുറേ നാളുകൊണ്ട് ഞാൻ നയിക്കായിരുന്നു. എനിക്ക് സാധനം മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നിട്ട് മേടിക്കലോ നടക്കണില്ല. അങ്ങനെ ഇന്ന് അതിൻ്റെ സഫലം പൂർത്തീകരിച്ച് ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. എൻ്റെ ഫസ്റ്റ് നൈക്ക ഹോളാണ്. അപ്പോൾ കണ്ടാലോ? ഫസ്റ്റ് പെട്ടി എടുക്കട്ടെ. ചടായ്. അപ്പം എന്തെന്ന് നോക്കാം. ഇവിടെ വേറെ എന്തൊക്കെ ഇഷ്ടം ഡ്രസ്സ് സംഭവങ്ങളും എന്നൊക്കെ എഴുതി ഇങ്ങനെ കാണാത്. അപ്പം ഇത് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, കുറച്ചും കൂടി ക്യാമറ നീക്കി വെക്കും. പുറകുന്ന് വെട്ടം അടിക്കുന്നില്ലേ ഗൈസ്? ഞാൻ കത്രികടുത്ത് സന്നമായിരിക്കുന്നു. ഗൈസ്, നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെ സാധനങ്ങളൊക്കെ വരണത്. ഇങ്ങനെയൊക്കെയാണ് ഗൈസ്, ക്യൂട്ടായിട്ടുണ്ടല്ലേ? കുട്ടിക്കും കുറെ നാളുകൊണ്ട് മേടിക്കണം പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നടന്നില്ല. നിങ്ങൾ തുറക്കും നശിപ്പിക്കാനും തോന്നണില്ല, എന്നാ തുറക്കാനും അറിയാൻ. എങ്ങനെയാണോ? ഈശ്വര, ഈ പെട്ടി തുറന്നു എന്റെ സമയം മൊത്തം പോകും. എനിക്ക് പെട്ടി നശിപ്പിക്കാൻ ആഗ്രഹമില്ല ഗൈസ്. അയ്യോ, ഇവിടെ സാധനങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിരുന്നു ഞാൻ മൊത്തം. ഓക്കെ, നമ്മൾ ഗൈസ് സ്റ്റിക്കർ ഇളക്കുവാണ് ഗൈസ്. കൂടെ വരൂ, കമല ഒരുപടി. നാലാം തീയതി ആയിരുന്നു ഡെലിവറി ഡേറ്റ് വന്നത്. ഞാൻ വേറൊരു റീൽ എടുക്കാന്ന് വിചാരിച്ചപ്പോഴായിരുന്നു കൊറിയർ ചേട്ടൻ വിളിക്കുന്നത്. എളുപ്പമായി ചുമ്മാ പറ്റിച്ചതാ. വലിയ സംഭവമൊന്നുമില്ല. അകത്ത് തുറക്കട്ടെ. പിന്നെ കുറച്ച് പച്ചക്കറികൾ. Nykaa.com, your beauty or fashion. ഹായ് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നോടോ ചെറുതായിട്ട്? ഞാൻ ഉമ്മ കൊടുക്കാറില്ല. ആ കിളിയെ ശല്യപ്പെടുത്തിയത് ഗൈസ്. ഫസ്റ്റ് ലോറിയൽ പാരീസിന്റെ ഹാൻഡ് സെറം ഒരു സാധനം. സെക്കൻഡ് വൺ സാലിസിലിക് ആസിഡിന്റെ ഓർഡിനറി. ഞാൻ ഇഷ്ടമാതിരി നാളുകൊണ്ട് ഞാൻ ഇതിന്റെ റിവ്യൂ കണ്ട് മേടിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഉള്ളതെടുക്കട്ടെ. ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻ. ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ തരൂലേ? അയ്യോ, തെറ്റിപ്പോയി. അല്ലല്ല, തെറ്റിപ്പോയില്ല. എനിക്കൊരു കൺഫ്യൂഷൻ വന്നത് ഓർഡിനറിന്റെ സാലിസിലിക് ആസിഡ് സെറവും മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ക്ലെൻസറും അതായിരുന്നു. പക്ഷേ രണ്ടും ഞാൻ ആലോചിച്ച് കൺഫ്യൂഷൻ. ഇതേപോലെ 2 സാലിസിലിക് ആസിഡിന്റെ സെറമാണ് മേടിച്ചത്. 2% ഇതെല്ലാം ജെന്യുവൻ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തരാമായിരിക്കും. അങ്ങനെ പെട്ടി കാലി അയച്ച് ഇനി ഈ സാധനം കാണിച്ചു തരാം. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഗൈസ്. ഡോട്ടൻ കീ. അയ്യടി, ഗിഫ്റ്റ് കിട്ടിയൊന്നുമല്ല. ഇത് ഡോട്ടൻ കീയുടെ SPF 30 ലിപ് ബാം. ഇത് വന്നിട്ട് ഡോട്ടൻ കീയുടെ തന്നെ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഗിഫ്റ്റ് വരുന്നുണ്ട്. അതിന് നാളെ മറ്റന്നാളെ എത്തത്തുള്ളൂ. അത് വന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങൾ 3, 4, 5.
എനിക്കിത് ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. സാധാരണ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ബ്യൂട്ടി പ്രോഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലായിട്ടുള്ളത് ചാത്തൻ സാധനങ്ങളായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. പക്ഷെ ഇതിലൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് അത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്, മായൊന്നും ചേർക്കാത്ത ഒറിജിനൽ പ്രോഡക്റ്റ് ഇങ്ങനെയുള്ള സൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ 5 സാധനം മേടിച്ചത്. ഈ 5 സാധനവും നമ്മൾ സിംഗിളായിട്ട് എടുത്താൽ നല്ല പ്രൈസ് ആകും. പക്ഷെ ഓഫറിൽ എല്ലാം തപ്പിപ്പിടിച്ച് എടുത്തപ്പോൾ എനിക്ക് 400 രൂപ ഓഫ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയും ഒരു 120 രൂപ സംതിങ് ഓഫ്, 20% വേറൊരു ഓഫ് ഉണ്ടായിരുന്നു. എല്ലാം കൂടി സെറ്റ് ചെയ്താണ് ഞാൻ മേടിച്ചത്. അപ്പം ശരി, എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടണം, എന്തെങ്കിലും കുറ്റവും കുറവുകളൊക്കെ കാണും. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം. പിന്നെ എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണം, ജെന്യുവനായിട്ട് റിവ്യൂ ചെയ്യുന്നേ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം ശരി, ടാറ്റാ, ബൈ.